മീര വന്നേ. എവിടേക്ക്? ഭക്ഷണം കഴിക്കാൻ. മീരയ്ക്ക് ഒറ്റ വാക്കേ ഉള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, ഈ വീട്ടിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. അത് അറിഞ്ഞിട്ടാവാ ഇനി ഭക്ഷണം കഴിക്കലൊക്കെ. എന്താ മീര, ഇതൊക്കെ ചെറിയ കാര്യങ്ങളല്ലേ? എന്താ ചെറിയ കാര്യം? കൊള്ളാം, ഇതാണോ ചെറിയ കാര്യം? ദേവിയുടെ സ്വഭാവത്തെ കുറിച്ച് അമ്മ പറഞ്ഞില്ലേ? ദേവിയയ്ക്ക് മാത്രമല്ല, ലോകത്തെ എല്ലാവർക്കും ഉണ്ട് ഓരോ സ്വഭാവം. പക്ഷെ പൊതുവായെടുത്ത് ആ സ്വഭാവം മാറ്റിവെക്കും. അതിനാണ് തിരിച്ചറിവെന്ന് പറയുന്നത്. അവക്ക് ആ തിരിച്ചറിവില്ല. മീര, എന്താ നീ എന്തിനാ മീരാന്ന് ഒച്ച വെച്ചത്? പറ, അത് പറ. അവളെ കുറിച്ച് പറഞ്ഞപ്പോ നിനക്ക് പൊള്ളുന്ന എന്തിനാ? ഡൈനിങ് ടേബിളിൽ വെച്ച് ഞാൻ ശ്രദ്ധിച്ചു. അവള് പറയുന്നതൊക്കെ സ്വീകരിക്കുന്നത് പോലെ എല്ലാരും. ആശ്രിത വാത്സല്യം അതാണോ? മീര, ഭക്ഷണം കഴിക്കാൻ വാ. വരാം. ഒരു ചോദ്യത്തിന് ഉത്തരം താ, ഞാൻ വരാം. എന്താ ചോദിക്ക്. നിനക്ക് ഞാനാണോ ആ ജോലിക്കാരി പെണ്ണാണോ വലുത്? പറയടാ. എല്ലാം തുറന്നു പറയാം. ഇനി ഇത് നീട്ടിക്കൊണ്ടു പോകണ്ട. ഒരു സെക്കൻഡിൽ ഉത്തരം തരാവുന്ന ചോദ്യം, അതിനിതാ ഒരു മണിക്കൂറായിട്ട് ആലോചിക്കുന്നു. പറ. അവള് ജോലിക്കാരി, ഞാൻ നിന്റെ ഭാവി ഭാര്യ. ആരെയാ നീ സപ്പോർട്ട് ചെയ്യണ്ടേ? ആരോടാ നിനക്ക് ഇഷ്ടം വേണ്ടേ? എന്നോടല്ലേ? അല്ല. ഞാൻ താലി കെട്ടിയ എന്റെ ഭാര്യയോടെ എനിക്കിഷ്ടം. എന്താ എന്താടാ പറഞ്ഞത്? ഞാൻ പറയാം. മോളുടെ ചോദ്യവും നന്ദന്റെ ഉത്തരവും ഞാൻ കേട്ടു. നന്ദൻ പറഞ്ഞതിന്റെ അർത്ഥം മോൾക്ക് മനസ്സിലായില്ലേ? ഇല്ല. അതായത് ഇപ്പോഴത്തെ നിന്നെ അല്ല അവനിഷ്ടം. അവൻ താലി കെട്ടിയ മീരയാണെന്ന്. ആ സമയത്തുള്ള നല്ല കുസൃതി കുടുക്കയായ മീരയെയാണ് അവനിഷ്ടമെന്ന്. എന്നുവെച്ചാ ഇപ്പോഴത്തെ നിന്റെ വാശിയും ദേഷ്യവും ഒക്കെ ഒന്ന് മാറ്റണമെന്ന്. ആണോടാ? അത് തന്നെയാണോ ആന്റി അവൻ ഉദ്ദേശിച്ച? അതെ. നന്ദനൊരു പാവം. നമ്മളെക്കാൾ താഴ്ന്ന ആൾക്കാരോട് അവന് സഹതാപോ. വീട്ടുജോലിക്കാര്, സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുന്നവര്, അങ്ങനെയുള്ളവരെ കളിയാക്കുന്നത് അവന് ഇഷ്ടമല്ല. അവന്റെ ഏറ്റവും വലിയ കൂട്ടുകാരൻ ആരാ? നമ്മുടെ ജോലിക്കാരി ഭാർഗവിയുടെ മകൻ മുരളിയാ. ഓട്ടോ ഓടിക്കുന്ന മുരളി. അവനോട് മോളിനി ഇതിനെക്കുറിച്ചൊന്നും ചോദിച്ച് വിഷമിപ്പിക്കരുത്.